ഹലോ, അപ്പോൾ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ ഓർ ജിസ് എന്നാണ് അറിയപ്പെടുക, GIS. അപ്പോൾ ഇതിനെ ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ എന്നും വിളിക്കാം, ഗ്യാസ് ഇൻസുലേറ്റഡ് സ്വിച്ച് ഗിയർ എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണ് ജിസ് എന്ന് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ SS6 ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് എയർ ഇൻസുലേറ്റഡ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻസ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഓക്കെ, അതായത് ഒരു പരിധിക്ക് മേലെ അതിന് വോൾട്ടേജസ് വരികയാണെന്നുണ്ടെങ്കിൽ എന്താവും, അവിടുത്തെ എയർ ബ്രേക്കായിട്ട് അവിടുത്തെ അയേൺ ഫോം ആവുന്നു, അയേൺ കണ്ടക്ട് ചെയ്യുന്നു, നമ്മൾ കുറേ എണ്ണമൊക്കെ പഠിച്ച പോലെ. അപ്പോൾ ഇത് കാരണം കൊണ്ട് കോമ്പോണൻസിൻ്റെ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നത് കൊണ്ടും കോമ്പോണൻസ് കുറേ കേടി വരാനും കൊറോഷനും ഓക്സിഡേഷൻ നേച്ചറൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളുടെ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ എയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എയർ ഡൈഇലക്ട്രിക് മീഡിയം അല്ലെങ്കിൽ എയർ ഇൻസുലേറ്റിംഗ് മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അവിടെ ഒരു സൾഫർ ഹെക്സാഫ്ലൂറൈഡ്, നമ്മൾ നേരത്തെ ഇത് പഠിച്ചു കഴിഞ്ഞതാണ്. സൾഫർ ഹെക്സാഫ്ലൂറൈഡിൻ്റെ SF6 നമുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കൂടുന്നു. ഓക്കെ, എയർ ഉപയോഗിക്കുന്നതിനേക്കാളും അതിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആർക്ക് കൂടുതലാണ്? SF6 കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു ഗ്യാസ് ഇൻസുലേറ്റഡ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന് നമ്മളൊരു ഗ്യാസ് ഇൻസുലേറ്റ് ചെയ്തിട്ട സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി കൂട്ടാൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൗണ്ടഡ് മെറ്റൽ എൻക്ലോഷറൊക്കെ കൊടുത്ത്, as the live components are no longer within the reach of the operator, the metal enclosure of the equipment is solidly grounded. പിന്നെ ഡൈഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് എൻക്ലോസർ സർഫേസ് ഈസ് റെഡ്യൂസ്ഡ് ടു 0. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയുള്ള സാധനങ്ങളെല്ലാം കൂടെ നമുക്കൊരു ഇൻസുലേറ്റഡ് മീഡിയത്തിലേക്ക് കെട്ടിവെക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹൗസിംഗ് ഇൻ ദ സെപ്പറേറ്റ് മെറ്റൽ എൻക്ലോസർ മൊഡ്യൂൾ ഫീൽഡ് വിത്ത് പ്രഷറൈസ്ഡ് SF6 ഗ്യാസ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം ഒരു സെപ്പറേറ്റ് SF6 ഫിക്സ് ചെയ്ത ചേമ്പറിനകത്ത് നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? എയർ ഡൈഇലക്ട്രിക് മീഡിയം ഉപയോഗിക്കുന്നതിനേക്കാളും ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ജിസ് എന്ന് പറയാം. അപ്പോൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ജിസിൽ എന്തൊക്കെ കോമ്പണൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഫോളോയിങ് ആർ ദി പ്രിൻസിപ്പൽ മൊഡ്യൂൾ ഓഫ് ഇൻസുലേറ്റഡ് ബൈ SF6 ഇൻ ദ ജിസിൽ എന്തൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞാൽ ബസ് ബാർ ഉണ്ടാവും. ബസ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഐസൊലേറ്റർ ബാർ ഡിസ്കണക്ടർ ഉണ്ടാവും, സർക്യൂട്ട് ബ്രേക്കർ, കറണ്ട് ട്രാൻസ്ഫോമർ, എർത്തിങ് സ്വിച്ച്. ഓക്കെ, അതായത് പിന്നെ ആക്സിലറി ഗ്യാസ് ഇൻസുലേറ്റഡ് മോഡ്യൂൾ ആക്സസറീസ് എക്സ്ക്ലൂഡിങ് ദി കൺട്രോൾ പാനൽ റിക്വയർഡ് ടു ദി കംപ്ലീറ്റ് ഓഫ് ജിസ്. പിന്നെ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ, അതായത് CT, അതേപോലെ PT, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സർജ് ആൻഡ് ലൈറ്റ്നിങ് അറസ്റ്റർ, പിന്നെ ടെർമിനേഷൻസ്, എവിടെയൊക്കെയാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കൊരു സബ്സ്റ്റേഷൻ വിസിറ്റ് പോയവരെ നമുക്ക് കണ്ടിട്ടുണ്ടാകും. ബസ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബസ് ബാർ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് എലിമെൻ്ററി കോമ്പണൻസ് ഇൻ ദ ജിസ് സിസ്റ്റം. ഇറ്റ് ഈസ് ദ ഡിഫറൻറ്റ് ലെങ്ത് ടു കാറ്റർ ദ റിക്വയർഡ് സർക്യൂട്ട്. അതായത് ബസ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യാനും അവിടുന്ന് ഫീഡേഴ്സ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് എടുത്തിട്ട് പോകാനും. ഫീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സബ്സ്റ്റേഷൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഒരു കണക്റ്റിംഗ് വയേഴ്സിനെയാണ് നമ്മൾ ഫീഡേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഈ ഫീഡേഴ്സ് എന്നാണ് വേരിയസ് ട്രാൻസ്മിഷൻ ലൈൻ വഴി നമുക്ക് ഓരോ വീട്ടിലേക്കും എത്തിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പം ഇത് 66 kV ആവാം, അല്ലെങ്കിൽ 33 kV ആവാം, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫീഡേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ കുറേ ബസ് ബാർ ഉണ്ട്. അപ്പോൾ ബസ് ബാർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത് കോആക്സിയൽ ബസ് ബാർ, കോമൺലി യൂസ്ഡ് ഇൻ ദ ഐസൊലേറ്റഡ് കേസ് ഓഫ് ജിസ്, കോൺഫിഗറേഷൻ ഫോർ ഒപ്റ്റിമൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ആവശ്യമായിട്ടുള്ള വോൾട്ടേജസ് റിക്വയർഡ് ലെവലിൽ നമുക്ക് ആവശ്യമുള്ള ട്രാൻസ്ഫോമറിൽ നിന്നും ഔട്ട്പുട്ട് കൊടുക്കുന്നതാണ് നമ്മൾ ബസ് ബാർ എന്ന് പറയാം. അപ്പോൾ ഒരു സബ്സ്റ്റേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ബസ് ബാർ എന്ന് പറയുന്നത്. പിന്നെ ഐസൊലേറ്റർ അല്ലെങ്കിൽ ഡിസ്കണക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമുക്കൊരു ഫിസിക്കൽ ഐസൊലേഷൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കലി സെപ്പറേറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഐസൊലേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐസൊലേറ്ററിന് 2 സൈഡ് ഉണ്ടാവും. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സൈഡ് പോകുന്നതും, ഒന്ന് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഇൻകമിങ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ സ്വിച്ച് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനും
ചെയ്യാനും ക്ലോസ് ചെയ്യാനും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻട്രപ്റ്റ് ദി സർക്യൂട്ട്. അതായത് ഫാൾട്ടി കണ്ടീഷൻസ് വരുമ്പോൾ ആ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്. അതിൽ നമുക്ക് വേരിയസ് എലമെൻറ്റ്സ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് എയർ സർക്യൂട്ട് ബ്രേക്കർ, ഓയിൽ, അതേപോലെ SF6 വാക്യൂം സർക്യൂട്ട് ബ്രേക്കറൊക്കെ നമ്മൾ പഠിച്ചാണ്. പിന്നെ preferred type of SF6 circuit breaker commonly used to accomplish the fault current interruption in GIS. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ ഗ്യാസ് ഇൻസുലേറ്റഡ് സ്വിച്ചുകളിൽ SF6 ആണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ എർത്തിങ് സ്വിച്ച്. ഓക്കെ, 2 ടൈപ്സ് ആണ് നമുക്കുള്ളത്. മെയിൻ്റനൻസ് എർത്തിങ് സ്വിച്ച്, ഫാസ്റ്റ് എർത്തിങ് സ്വിച്ച്. മെയിൻ്റനൻസ് സ്വിച്ച് എന്ന് പറയുന്നത് ടു എൻഷുർ ദ സേഫ്റ്റി ഓഫ് മെയിൻ്റനൻസ് സ്റ്റാഫ്. ഓക്കെ, അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ഫീഡർ അല്ലെങ്കിൽ ബസ് ബാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെയിൻ്റനൻസ് സ്റ്റാഫിനെ നമ്മളിപ്പോൾ സാധാരണ നിങ്ങൾ ട്രാൻസ്മിഷൻ ലൈനിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ഒരു ലൈൻ കണക്ട് ചെയ്യണമെങ്കിൽ 3 വയേഴ്സ് താഴത്തേക്ക് അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ എർത്തിങ് സ്വിച്ച് എന്ന് പറയുന്നത്. ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ നമുക്ക് കൊടുക്കാൻ പറ്റും. വർക്ക് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ടെമ്പററി എർത്തിങ് സ്വിച്ചാണ് നമുക്ക് കൊടുക്കുക. ഓൺ അതർ ഹാൻഡ് ഫാസ്റ്റ് എർത്തിങ് സ്വിച്ച് ഈസ് യൂസ് ടു പ്രൊട്ടക്റ്റ് ദ സർക്യൂട്ട് കണക്റ്റഡ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, വോൾട്ടേജ് ട്രാൻസ്ഫോമറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എർത്തിങ് ചെയ്യാൻ വേണ്ടിയിട്ടും എർത്തിങ് പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എർത്തിങ് സ്വിച്ച് എന്ന് പറയുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ജിസ് എന്ന് പറയുന്നത് മൊത്തം 3 എണ്ണമുണ്ട്. ഐസൊലേറ്റഡ് ഫേസ്, 3 ഫേസ് കോമൺ മൊഡ്യൂൾ, ഹൈബ്രിഡ് മൊഡ്യൂൾ, കോമ്പാക്റ്റ് മൊഡ്യൂൾ, ഹൈലി ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ ഓരോ സാധനങ്ങളും ആ ഒരു മൊഡ്യൂളിനകത്ത് കൊണ്ടുവരുന്നതിനനുസരിച്ച് കുറേ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐസൊലേറ്റഡ് ഫേസ് അല്ലെങ്കിൽ ജിസ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അതിൽ ഇപ്പോൾ ഐസൊലേറ്റഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 3 ഫേസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഫേസിന് ആവശ്യമായിട്ടുള്ള ഐസൊലേറ്റർ, ഒരു ഫേസിന് ആവശ്യമായിട്ടുള്ള CT കറണ്ട് മെഷർ ചെയ്യാനുള്ളത്, പിന്നെ ഒരു ഫേസിന് ആവശ്യമായിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കർ, ഇതെല്ലാം കൂടെ ഒരു സെറ്റ് മാത്രമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് വിത്ത് പ്രഷറൈസ്ഡ് SF6 നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഐസൊലേറ്റഡ് ഫേസ് ജിസ് മൊഡ്യൂൾ എന്നും. കംപ്ലീറ്റ് 3 ഫേസ് എന്ന് പറഞ്ഞാൽ 3 ഫേസിലേക്ക് ആവശ്യമായിട്ട് എല്ലാ സാധനങ്ങളും കൂടെ ഒരു കേസിങ്ങിൽ കൊണ്ടുവരുന്നതാണ് കംപ്ലീറ്റ് 3 ഫേസ് ജിസ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സിംഗിൾ ഫേസോ അല്ലെങ്കിൽ 3 ഫേസോ അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻസ് ഏത് വേണമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. കോമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഐസൊലേറ്റർ, സർക്യൂട്ട് ബ്രേക്കേഴ്സ്, CTs അങ്ങനെയുള്ള കുറേ എണ്ണമുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് എല്ലാം കൂടെ ഒരു സെറ്റിൽ കൊണ്ടുവരുന്നതിനാണ് കോമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഹൈലി ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ ഇതെല്ലാ മൊഡ്യൂളും കൂടെ ഒറ്റ ബോക്സിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഹൈലി ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ്റെ എല്ലാ സാധനങ്ങളും കൂടെ ഈ ഒരു മൊഡ്യൂളിനകത്ത് തന്നെ നമ്മൾ കൊണ്ടുവരുന്നു. അതിനെയാണ് ഹൈലി ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കോമ്പാക്റ്റ് ഇൻ സൈസ് നമ്മൾ പറഞ്ഞു. സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദം ഈസ് അബൌട്ട് 50% ഓഫ് ദി കൺവെൻഷണൽ എയർ ഇൻസുലേറ്റഡ് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ. അപ്പോൾ ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ അതിൻ്റെ ഒരു 15% ഓഫ് സ്പേസ് മാത്രമേ നമുക്ക് ഏതിന് വരുന്നുള്ളൂ, ജിസ്സിന് നമുക്ക് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള അപ്ഗ്രഡേഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, റിലയബിൾ ആണ്, മെയിൻ്റനൻസ് ഫ്രീ ആണ്. മെയിൻ്റനൻസ് ഫ്രീ എന്ന് പറഞ്ഞാൽ എയർ ഇൻസുലേറ്റഡ് അല്ലെങ്കിൽ എയർ സബ്സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുമ്പോൾ, എയറിൻ്റെ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുമ്പോൾ അതിന് നമുക്ക് മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും. പക്ഷേ SF6 അല്ലെങ്കിൽ ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മെയിൻ്റനൻസ് കുറവാണ്. പിന്നെ പ്രൊട്ടക്റ്റ് ഫ്രം പൊല്യൂഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ബ്രേക്കേഴ്സ് അല്ലെങ്കിൽ വേറെ സാധനങ്ങളെല്ലാം ഓപ്പൺ എയറിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ പൊല്യൂഷൻ കൂടുതലാണ്. പക്ഷേ നമ്മളിതൊരു കേസിങ്ങിൽ ഗ്യാസ് ഇൻസുലേറ്റഡ് ഇതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചർ, പൊല്യൂഷൻ, ഡസ്റ്റ് എന്നൊക്കെ നമുക്ക് കുറച്ചധികം ആശ്വാസം കിട്ടും. റെഡ്യൂസ്ഡ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ്. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് പ്ലേസ് ചെയ്യുന്നതിനേക്കാളും ഒരു മൊഡ്യൂളറായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇൻസ്റ്റലേഷൻ ടൈം കുറഞ്ഞു വരും. പിന്നെ SF6 നമ്മൾ ഗ്യാസായിട്ട് സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആർക്ക് ഇൻട്രപ്ഷൻ പ്രോപ്പർട്ടി വളരെ കൂടുതലാണ്. പിന്നെ റെഡ്യൂസ്ഡ് സ്വിച്ചിങ് ഓവർ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ
ഓവർ വോൾട്ടേജ് വൈൽ ക്ലോസിങ് ആൻഡ് ഓപ്പണിംഗ് ലൈൻസ് കേബിൾ മോട്ടേഴ്സ് കപ്പാസിറ്റർ എക്സെട്ര ആർ ലോ. അപ്പോൾ നമുക്കിവിടെ മൊഡ്യൂളറായിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ക്ലോസ് ചെയ്യുന്ന സമയത്തുള്ള ഓവർ വോൾട്ടേജസ് ഇഷ്യൂസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സേഫ്റ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ജിസ് എന്ന് പറയുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് കമ്പയർഡ് ടു ദി കൺവെൻഷണൽ ഔട്ട്ഡോർ സിസ്റ്റം. അതായത് നമുക്കിതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട്. പിന്നെ ഔട്ട്ഡോർ സിസ്റ്റത്തിനെ പോലെ അല്ല, അതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് നമുക്ക് കുറച്ച് കൂടുതൽ വരും. പിന്നെ റിക്വയർമെൻറ്റ് ഓഫ് ക്ലീനിങ്നെസ് ഇൻ ജിസ് ഈസ് വെരി സ്പ്രിംഗ് ആൻഡ് ഡസ്റ്റ് മോയ്സ്ചർ കോസ് ഇൻറ്റേർണൽ ഫ്ലാഷ് ഓവർ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു മൊഡ്യൂളിൽ ഡസ്റ്റ് കയറാതെയും മോയ്സ്ചർ കയറാതെയും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്, ഇവിടെ നമ്മൾ 2 ഫ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലാഷ് വരും. ഫ്ലാഷ് എന്ന് പറയുന്നത് സ്പാർക്കിനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സിൻസ് ജിസ് ആർ ജനറലി ഇൻഡോർ നീഡ് സെപ്പറേറ്റ് ബിൽഡിംഗ് വിച്ച് ഈസ് ജനറലി നോട്ട് റിക്വയർഡ് ഫോർ ദി കൺവെൻഷണൽ ഔട്ട്ഡോർ. ഓക്കെ, പിന്നെ നമ്മൾ ജിസെല്ലാം ഇൻഡോർ സബ്സ്റ്റേഷനിൽ നമുക്ക് ഉപയോഗിക്കണതുകൊണ്ട് നീഡ് സെപ്പറേറ്റ് ബിൽഡിംഗ് വിച്ച് ഈസ് ജനറലി നോട്ട് റിക്വയർഡ് ഫോർ ദി ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ. ഇത് നമുക്ക് മോയ്സ്ചറിനും ഡസ്റ്റിനും ഒക്കെ ഫ്രീ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ജിസ് ആയതുകൊണ്ട് നമുക്കൊരു സെപ്പറേറ്റ് ബിൽഡിംഗ് വേണ്ടി വരും. അത് ബിൽഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, ചെറുതായിട്ടൊരു റൂം കാണും. ഇപ്പോൾ ഔട്ട്ഡോർ സബ്സ്റ്റേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം പാനലും അവിടെ തന്നെ അതിൻ്റെ അടുത്തടുത്ത് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ജിസിലാകുമ്പോൾ ഒരു മൊഡ്യൂളാക്കി വെച്ചിട്ട് ആ മൊഡ്യൂളിലുള്ള ഔട്ട്പുട്ട് മാത്രമായിരിക്കും നമ്മൾ അതാത് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുക. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നെ ജിസ് ക്യാൻ എക്സസീവ് ഡാമേജ് ഇൻ കേസ് ഓഫ് ഇൻറ്റേർണൽ ഫാൾട്ട് വല്ലതും നടന്നു കഴിഞ്ഞാൽ ആ മൊഡ്യൂൾ തന്നെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ മെയിൻ്റനൻസ് അഡിക്വേറ്റ് സ്റ്റാഫ് ഓഫ് SF6. ഇപ്പം നമുക്ക് ഗ്യാസ് ഇൻസുലേറ്റഡ് സർക്യൂട്ട് ബ്രേക്കർ ആണല്ലോ, അല്ലെങ്കിൽ സബ്സ്റ്റേഷൻ ആണല്ലോ. അപ്പോൾ അവിടെ ഏറ്റവും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് വേണ്ടത് ഗ്യാസ് തന്നെയാണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് അഡിക്വേറ്റ് എമൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത്രയും മതി. താങ്ക് യു.